ഹലോ ആൾ, ദിശയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇപ്പം ബാങ്ക് എക്സാംസിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർ കാണും. പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന കൂട്ടുകാർ കാണും. അവർക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏപ്രിൽ 2025 സെൻട്രൽ ഗവൺമെൻറ് ജോലി മേടിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന IBPS ക്ലർക്ക്. നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഓഫീസ് അസിസ്റ്റൻറ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയേക്കാം. ഡേറ്റുകൾ ഇപ്പം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു തുടങ്ങിയെന്ന് ജൂലൈ 3 ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളുക. ജൂലൈ 21 വരെ ടൈം ഉണ്ട്. അപ്പം ജൂലൈ 1 വന്നു, ജൂലൈ 21 വരെ ആപ്ലിക്കേഷൻ അയക്കാൻ ടൈം ഉണ്ട്. അതേപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ഫീസ് എന്താണ് അതേ ദിവസങ്ങളിൽ തന്നെ അടയ്ക്കാം. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അടയ്ക്കാം. പ്രീ ട്രെയിനിങ് എക്സാം ആവശ്യമുള്ളവർക്ക് അത് അവർ ഹാൾ ടിക്കറ്റ് അയക്കും. ആർക്കൊക്കെയാണെന്നുള്ളത് അതിൽ നിന്ന് അറിയാൻ പറ്റും. അത് എന്താണ് ഓഗസ്റ്റ് 12, 17 നടക്കും. 12 17 ആയിട്ട് നടക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രിലിമിനറിയുടെ ഹോൾ ടിക്കറ്റ് ഓഗസ്റ്റ് 2024 തന്നെ ഡൗൺലോഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഓൺലൈൻ എക്സാമിനേഷൻ ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം കാണും. ഓഗസ്റ്റ് ലാസ്റ്റ് ആയിരിക്കും. ഓഗസ്റ്റ് ലാസ്റ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യത്തെ വീക്കിലേക്കും മാറാം. പിന്നെ അതേപോലെ റിസൾട്ട് എന്ന് വരും. പ്രിലിമിനറി റിസൾട്ട് 2024 സെപ്റ്റംബറിൽ തന്നെ വരും. അതേപോലെ മെയിൻസിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ, മെയിൻസ് എക്സാം ഒക്ടോബറിൽ തന്നെ കാണും. അതേപോലെ തന്നെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഏപ്രിൽ 1, 2025 നിങ്ങൾക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനും പറ്റും. അപ്പോൾ ബാങ്ക് എക്സാംസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 എക്സാമാണ് നമുക്കുള്ളത് അല്ലേ. പ്രിലിമിനറിയും മെയിൻസുമാണ് നമുക്കുള്ളത്. പ്രിലിമിനറിക്കകത്ത് 3 സബ്ജക്റ്റാണ് നമുക്ക് എന്തിൽ വരുന്നത്. IBPSൻ്റെ കേസിൽ വരുന്നത് സെക്ഷൻ കട്ട് ഓഫ് ഉണ്ട്, സെക്ഷണൽ ടൈം ഉണ്ട്. 20 മിനിറ്റ് വീതമുള്ള 3 സെക്ഷനാണ് നമുക്ക് ഉള്ളത്. QAയും റീസണിങ്ങും ഇംഗ്ലീഷും അടങ്ങുന്ന 3 സെക്ഷനാണുള്ളത്. QAയ്ക്ക് 35 ക്വസ്റ്റ്യൻ, റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ. അതേപോലെ മാർക്ക് 35 ഇതിവിടെ 30 മാർക്കുമാണ്. അതേപോലെ തന്നെ ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതമാണ് ഉള്ളത്. ഓരോ സെക്ഷനും ടൈമുണ്ട്, 20 മിനിറ്റ് വീതമാണ്. അതേപോലെ ഓരോ സെക്ഷനും മിനിമം കട്ട് ഓഫും ഉണ്ട്. അപ്പം ഏകദേശം നല്ലൊരു വേക്കൻസിയിലാണ് IBPS ക്ലർക്ക് വിളിച്ചിരിക്കുന്നത്. IBPS ക്ലർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ആണ് എക്സാം. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമുക്ക് ഏകദേശം അറിഞ്ഞിരിക്കണം എന്ന് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് താഴോട്ട് നോക്കാം. ഇപ്പം ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ആദ്യമായിട്ട് പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നാഷണൽ സിറ്റിസൺഷിപ്പ് ഒക്കെയാണ്. ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആർക്കും എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ നോട്ടിഫിക്കേഷനിൽ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെ അയക്കാം എന്നുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഏജിൻ്റെ കാര്യമാണ്. ഏജിൻ്റെ കാര്യം എന്ന് പറയുന്നത് മിനിമം 20 വയസ്സ്, 20 വയസ്സ്, മാക്സിമം ഏജ് 28 വയസ്സുമാണ്. അത് 96 1996 17/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്തായാലും അയക്കാം. ബോത്ത് 2 ഡേറ്റും ഇൻക്ലൂസീവ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മിനിമം ഏജ് 20 മാക്സിമം ഏജ് 28 വയസ്സും ആണ്. അതേപോലെ ഏജ് റിലാക്സേഷൻ ഉള്ളവരുടെ കാര്യമാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിന് 5 വർഷത്തെയും അതർ OBCക്ക് നോൺ ക്രിമിനറി വിഭാഗത്തിന് 3 വർഷത്തെയും അതേപോലെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് അത് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ എക്സ് സർവീസ് മാനിൻ്റെയും ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾഡ് എക്സ് സർവീസ് മാനും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിഡോസ്, ഡൈവോഴ്സ്ഡ് വുമൺ ലീഗലി സെപ്പറേറ്റഡ് ഫ്രോം ഹസ്ബൻഡ്സ് ഹൂ നോട്ട് മാരീഡ് അവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. അതേപോലെ പേഴ്സൺസ് അഫക്റ്റഡ് റയോട്ട്സ് 5 വർഷത്തെ 1984 കലാപത്തിൽപ്പെട്ടവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഏജ് റിലാക്സേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലോട്ടൊന്ന് കിടക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഡിഗ്രിയാണ്. മിനിമം ഡിഗ്രി പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡിഗ്രി ഡിസിപ്ലിൻ എനി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. അതേപോലെ മാർക്ക് ഷീറ്റും എന്താണ് അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പെർസെൻറ്റേജ് മാർക്കും എല്ലാം അതിനകത്ത് ഓൺലൈൻ രജിസ്ട്രേഷനകത്ത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതേപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി എന്തായാലും ഇപ്പോൾ എല്ലാവരും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ പ്രൊവിഷ്യൻസി ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ് ഓർ UT. ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഓരോ സ്റ്റേറ്റിലേക്കാണ് എക്സാം. ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം, തമിഴ്നാടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. തമിഴിന് ഒഫീഷ്യൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാവുന്ന കേസുകളേ ഉള്ളൂ. ഇപ്പം വേക്കൻസി എവിടെയാണ് കൂടുതലെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്തോളൂ. തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് അപ്ലൈ ചെയ്യുക, അവിടെ പോയി എക്സാം എഴുതണം, അവിടെ ജോലി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ആൾ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അത് എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തമിഴൊക്കെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതേപോലെ എക്സ് സർവീസ്മാനും ഇളവ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എക്സ് സർവീസ്മാൻ മെട്രിക്കുലേറ്റ് ആർമി സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇപ്പം ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, IBPSൻ്റെ ഹോം പേജിൽ കയറുക, CRP ക്ലർക്ക്, അതേപോലെ അപ്ലൈ ഹിയർ ടു ഓൺലൈൻ ഫോർ CRP ക്ലർക്ക് എന്നുള്ള ഇത് കാണും. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഇത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണും. അതിനകത്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പരും മെയിൽ ID എല്ലാം കൊടുത്ത് ബേസിക് ഇൻഫർമേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് കൊടുത്ത് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ഒരു എന്താണ് ഒരു രജിസ്ട്രേഷൻ നമ്പരും പാസ്വേഡും നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വരും. അത് നോട്ട് ഡൗൺ ചെയ്തേക്കുക. എന്നിട്ട് ആ രജിസ്ട്രേഷൻ നമ്പരും പാസ്വേഡും നിങ്ങളുടെ SMS ആയിട്ട് മെയിലായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അത് വെച്ച് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഓരോന്നായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുക. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതേപോലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ ഫോട്ടോ, സൈന്, തമ്പ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതെല്ലാം അതിൻ്റേതായ രീതിയിൽ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കി അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് അത് ഡീറ്റെയിൽഡ് തരാം, എന്തെങ്കിലും ഡൗട്ട് വന്നു. അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് പറയാം. പിന്നെ എന്താണ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യം എന്നുള്ളത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. വേറെ നമ്മുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ മതി. ഒറിജിനൽ നിങ്ങൾക്ക് പാസ്സായി കഴിയുമ്പോൾ ഉള്ള കാര്യം, അതായത് എക്സാം കിട്ടി കഴിയുമ്പം അവർ വെരിഫിക്കേഷന് വിളിക്കും. അന്നേരം അതിൻ്റെ എല്ലാം ഒറിജിനൽ കറക്റ്റായിട്ട് ഹാജരാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിനിപ്പം വേണ്ട കാര്യങ്ങൾ, അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ്, അതായത് നമ്മുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തായാലും അപ്ലോഡ് ചെയ്യണം. സൈൻ എന്ത് ചെയ്യണം, ഒരു സൈൻ ഇട്ടിട്ട് അതിന് സ്കാൻ ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ ലെഫ്റ്റ് തമ്പിൻ്റെ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിൻ്റെയാണ്, ലെഫ്റ്റ് തമ്പാണ്. അതേപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, എന്താണ് ആ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നുള്ളത് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് കാണും. അത് എന്ത് ചെയ്യുക, നമ്മുടെ കൈപ്പടയിൽ എഴുതി അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അത് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ലോസ് ജയിൽ പറഞ്ഞേക്കുന്ന ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കിക്കോളാം. മിക്കവാറും ക്രിമിനൽ ലയർ, OBC അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അതേപോലെ EWS സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർ അത് അപ്ലോഡ് ചെയ്യുക. Candidates will also required to capture and upload their photograph through webcam or mobile phone during registration process. അപ്പോൾ ഇതെല്ലാം കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. RRBക്കും ഇങ്ങനൊരു സംഭവം വന്നിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പം വന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം. അത് നമ്മുടെ ഫോട്ടോഗ്രാഫ്, അതായത് നിങ്ങളെല്ലാം ചിന്തിക്കും നമ്മൾ എന്താണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുന്നില്ലേ, അതേ ഫോട്ടോ തന്നെ, അല്ലെങ്കിൽ അതേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉള്ള ഡൗട്ട് വരും. അതൊന്നും വേണ്ട ആവശ്യമില്ല. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലൈവ് ഒരു ഫോട്ടോ വെബ് ക്യാം വഴിയോ ഒന്ന് ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അനക്സർ 3 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞത് IBPSനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ ബാങ്കുകളാണ് IBPSനകത്ത് റിക്രൂട്ട്മെൻറ്റിലുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, അതായത് ബാങ്ക് ഓഫ് ബറോഡ ക്ലർക്ക്
എന്താണ് IBPS വഴിയാണ് അവരെടുക്കുന്നത്. അതുപോലെ കാനറ ബാങ്ക് എടുക്കുന്നത് IBPS വഴിയാണ്. IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എടുക്കുന്നത് എന്ത് വഴിയാണ്? IBPS വഴിയാണ്. യൂക്കോ ബാങ്ക് IBPS വഴിയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ IBPS വഴിയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ IBPS വഴിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് IBPS വഴിയാണ്. അതേപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ IBPS വഴിയാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര IBPS വഴിയാണ്. ഇന്ത്യൻ ബാങ്ക് IBPS വഴിയാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് IBPS വഴിയാണ്. 4 4 8 3 11 ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ IBPS നിന്ന് എടുക്കുന്നുണ്ട്. അതായത് IBPS പാസ്സായവരെ 11 ബാങ്കുകളിലേക്കാണ് അവർ ഇത് ചെയ്യുന്നത്. അത് ഏത് ബാങ്കിലേക്കാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ബാങ്കിലേക്ക് നമുക്ക് അതേ പോസ്റ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രിലിമിനറിയും മെയിൻസും ഉണ്ട്. അത് രണ്ടും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ 2025 ഏപ്രിൽ 1 2025 ആകുമ്പോഴത്തേന് എന്താണ്? നിങ്ങൾക്ക് ജോലി ലഭിക്കും. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് വേക്കൻസീസ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസി വരുന്നത് എന്നല്ലേ. അപ്പം നമ്മൾ എന്താണ് കേരളക്കാരെ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്കും അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും ആയിരിക്കും. ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഹിന്ദിയൊക്കെ അറിയാവുന്നവർക്ക്, ഹിന്ദിയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഹിന്ദി അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഗുജറാത്ത് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അന്നേരം അവിടെ തന്നെ പോയി എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയുടെ കാര്യങ്ങളൊന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ ഒരു വേക്കൻസിയും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ്. 0 വേക്കൻസി എന്നല്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. OBCക്ക് 1 ജനറലിന് 6 വേക്കൻസിയാണ് ഉള്ളത്. അവർക്ക് ടോട്ടൽ 7 വേക്കൻസിയേ ഉള്ളൂ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാം, അവർ റിപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അതുപോലെ കാനറ ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക് നോട്ട് റിപ്പോർട്ടഡ് ആണ്, റിപ്പോർട്ട് ചെയ്തേക്കാം. അതേപോലെ തന്നെ എന്താണ് IOB റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിന്ധ് ബാങ്ക് 0 ആണ് പറഞ്ഞിരിക്കുന്നത്. യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും നോട്ട് റിപ്പോർട്ടഡാണ്, റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ വേക്കൻസി 106 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലേക്ക് ഇപ്പോൾ ചെറിയൊരു കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ജസ്റ്റ് തമിഴൊന്ന് പഠിച്ചാൽ മാത്രം മതി. എന്താണ്? തമിഴ്നാട്. 665 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. കട്ട് ഓഫും അതിനനുസരിച്ചൊക്കെ കുറഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നല്ലൊരു വേക്കൻസി തമിഴ്നാടുണ്ട്. അവിടോട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക മാക്സിമം. ഞാൻ പറയുന്നത് തമിഴ്നാട് തന്നെ അപ്ലൈ ചെയ്യാനായിരിക്കും. അപ്പോൾ അന്നേരം കേരളത്തിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ തമിഴ്നാട് അപ്ലൈ ചെയ്യേണ്ടവർക്ക് തമിഴ്നാട്. വേറെ സ്റ്റേറ്റുകളിലേക്ക് വേണമെങ്കിൽ അത് ആ ലോക്കൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കി അത് പഠിച്ചാൽ മാത്രം മതി. തമിഴൊക്കെ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്കിവിടെ തന്നെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വേറെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്നേരം അത് നോക്കുക. അപ്പോൾ അവിടെയും കുറച്ച് ബാങ്കുകൾ നോട്ട് റിപ്പോർട്ടഡ് ആണ്. കുറച്ച് ബാങ്കുകൾ 0 വേക്കൻസി 1-2 ബാങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ കാനറ ബാങ്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ നല്ല വേക്കൻസീസ് 450-90 വീതം വേക്കൻസിയൊക്കെ അവർ പറഞ്ഞിട്ട്. IOB 75 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നേരം അത് അനുസരിച്ച് ഇത് ചെയ്യുക. ഏത് സ്റ്റേറ്റാണോ അപ്ലൈ ചെയ്യുന്നത് അത് ചെയ്യുക. 2 സ്റ്റേറ്റും കൂടെ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റേ പറ്റും. അത് നിങ്ങൾ എന്താണെന്ന് തീരുമാനിച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകൾ വെക്കുന്നതിനകത്തൊരു പ്രിഫറൻസ് ഉണ്ട്. ഏതൊക്കെ ബാങ്കുകളാണ് നമുക്കുള്ളത്? ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനറ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂക്കോ ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, അല്ലേ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഉണ്ട്. PSB എന്നാണ് ഇട്ടേക്കുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഉണ്ട്. 3 2 4 6 9 അല്ലേ. IOB ഉണ്ട് 10ാമതായിട്ട്. 11ാമതായിട്ടൊരു ബാങ്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഓർഡർ എന്ത് ചെയ്യണം? പ്രിഫറൻസ് വെക്കണം, ഏത് ബാങ്ക് കിട്ടണം എന്നുള്ളത്. അപ്പം ഞാൻ കേരളത്തിലാണെങ്കിൽ പറയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് വേക്കൻസി കൂടുതൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാനറ ബാങ്കിനാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ഓർഡർ വെക്കാൻ പറയും, അല്ലേ. തമിഴ്നാട് അപ്ലൈ ചെയ്യണമെങ്കിൽ പറയും എന്തിനാണ് വേക്കൻസി കൂടുതൽ? കാനറ ബാങ്കിനാണ്. അത് കഴിഞ്ഞ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അത് കഴിഞ്ഞ് IOBക്കാണ്. ഈ ഒരു ഓർഡർ വെക്കാനും പറയും. അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓർഡർ വെക്കുക. കാനറ വേക്കൻസിക്ക് അനുസരിച്ചുള്ള ഓർഡറിൽ വെക്കുക. ക്ലർക്ക് ആയതുകൊണ്ട് ഞാനത് പറയും. PO ആണെങ്കിൽ വേറെ രീതിക്കും പറഞ്ഞു തരാമായിരുന്നു. അത് നമുക്കത് POയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ള കേസിൽ നമുക്കത് പറയാം. അപ്പോൾ ഇത് ഏതേ രീതിയിൽ പ്രിഫറൻസ്. ഇപ്പോൾ എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നല്ല മാർക്കുണ്ടെങ്കിൽ കാനറ ബാങ്ക് കിട്ടാനുള്ള രീതിക്ക് വെക്കുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB അങ്ങനെയൊക്കെ ഉള്ളത് വെക്കുക. ഇപ്പം തന്നെ തൊട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ
2025 ജോബ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ IBPS ക്ലർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഡേറ്റുകളൊന്ന് ആലോചിച്ചോളാം. 21/7 ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓഗസ്റ്റ് ലാസ്റ്റ് പ്രിലിംസ് കാണും. മെയിൻസ് ഒക്ടോബറിൽ കാണും. പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം. അപ്പോൾ ഇന്നോട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ക്ലാസ്സുകളും ഈ ദിശ അക്കാഡമിയുടെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.